വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നതായിരുന്നു. ഞാനിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ മറ്റൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി ഞാനും എൻ്റെ 2-3 ഫ്രണ്ട്സൊക്കെ ചേർന്ന് ഒരു ചെറിയൊരു ഫുഡ് സ്റ്റോൾ ഇടാൻ പോവുകയാണ് ഇവിടെ ഒരു ഇന്ത്യൻ സമ്മർ ഫെസ്റ്റിന്. അപ്പം അതിൻ്റെ ഒരു വ്ളോഗാണ്. നിങ്ങൾ എൻ്റെ തമിഴ്നാട്ടിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഡേ 1 ആണ്. ഞങ്ങൾ കിച്ചണിൽ എത്തിയിരിക്കുകയാണ് കുക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അതാണ് ഈ ഒരു കോലമൊക്കെ. അപ്പം ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം. ഞങ്ങളുടെ ഈ ഒരു ത്രൂ ഔട്ട് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ ഒരു ബിസിനസ്സിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജാണിത്. സ്റ്റാർട്ടപ്പാണ് ഞങ്ങൾ അടുത്ത് തന്നെയുള്ള ഒരു കൊമേഴ്ഷ്യൽ കിച്ചൺ റെൻ്റ് ഔട്ട് ചെയ്തിട്ടാണ് ഇത്രയും വലിയ ബൾക്ക് കുക്കിംഗ് ചെയ്യുന്നത്. കാരണം ഞങ്ങളുടെ വീട്ടിലെ കിച്ചണൊന്നും ഇത്രയും ബൾക്ക് കുക്ക് ചെയ്യാനായിട്ടുള്ള സ്പേസും കാര്യങ്ങളും ഒന്നുമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ 2-3 ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ എന്തായെന്നൊക്കെ അറിയാൻ. അപ്പോൾ അവരും ഊർജ്ജത്തോടെ ഈ പരിപാടിക്ക് കൂടി. ഞങ്ങളുടെ ഈ ഒരു ടീമിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ കാര്യത്തിൽ എക്സ്പേർട്സ് ആയിരുന്നു. കണ്ടില്ലേ, സവാളയൊക്കെ അരിയുന്നത്, അതേപോലെ തന്നെ ക്ലീനിങ്ങിനാണെങ്കിലും കുക്കിങ്ങിനാണെങ്കിലും കട്ടിങ്ങിലാണെങ്കിലും അങ്ങനെ ഓരോ കാര്യങ്ങളിലും. അങ്ങനെ ഞങ്ങളുടെ കുക്കിങ്ങിൻ്റെ ഓൾമോസ്റ്റ് ഇന്നത്തെ ദിവസത്തെ ഓൾമോസ്റ്റ് തീരാറായി. ഇനിയൊരു 45 മിനിറ്റ്സ് കൂടെ ഉള്ളൂ. അപ്പോൾ ഗൈസ് എങ്ങനെയുണ്ട്? സൂപ്പർ. ഞങ്ങൾ 5 പേരും കൂടെയാണ് ഇപ്രാവശ്യത്തെ ഈ ഒരു പരിപാടി ഞങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്തിരിക്കുന്നത്. ബിസിനസ് ഓണേഴ്സ് ആയതിൻ്റെ ഒരു ഫീലിങ്സ് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യൂ. നല്ല എക്സ്പീരിയൻസ്. അതെ, ഫൈനലി ആ ഒരു 5 വർഷം ഞങ്ങളെല്ലാവരും ഇങ്ങനെ പല പല പ്ലാൻസ് ഇട്ടിട്ട് അവസാനം ഇത് ഞങ്ങൾ കിക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എന്താവും എക്സിക്യൂട്ട് ചെയ്തു. അതെ, കിക്ക് സ്റ്റാർട്ട് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. സോ വി ഡോണ്ട് നോ വാട്ട്സ് ഗോണ ഹാപ്പൻ, ബട്ട് സ്റ്റിൽ നമ്മളെല്ലാവരും നെഗറ്റീവ് മൈൻഡാണോ പോസിറ്റീവ് മൈൻഡാണോ? ഫുൾ പോസിറ്റീവ്. അതെ, ഈ ഒരു പരിപാടി ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എക്സിക്യൂട്ട് ചെയ്തെടുത്തത് വെറും ഒരാഴ്ച കൊണ്ടാണ്. സോ ഹാറ്റ്സ് ഓഫ് ടു അസ്. 1 വീക്ക് കൊണ്ട് ഈ ഒരു സംഭവം നമ്മൾ എക്സിക്യൂട്ട് ചെയ്തെടുത്തത്. സോ ഹാറ്റ്സ് ഓഫ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞങ്ങളുടെ നെക്സ്റ്റ് ഡേ ആണ്. ബാക്കി കുക്കിങ്ങും പിന്നെ ഫുഡ് സ്റ്റോള് സെറ്റപ്പ് ചെയ്യുന്നതൊക്കെ നാളെയാണ്. അപ്പോൾ നാളെ കാണിച്ചു തരാം. അങ്ങനെ ഡേ 2 സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എല്ലാവരെയും കണ്ടാൽ മനസ്സിലാവും നല്ല ടയേർഡാണ്, ഉറക്കം വെച്ചുണ്ട്. കാരണം ഞങ്ങൾ വേറെ 2 മണിക്കൂർ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ഇത് വെളുപ്പിനെ 3 മണിയുടെ രംഗങ്ങളാണ് ഈ കാണുന്നത്. പഫ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു, സമൂസാസ് വറുത്തു, ഒരു സൈഡിൽ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്, ഗീ റൈസ് പാക്കിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്തു തീർക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ടെൻഷനിലാണ് എല്ലാവരും ഉള്ളത്. കാരണം ഞങ്ങൾക്ക് അവിടെ ഉച്ചയ്ക്ക് 12 മണിക്ക് എത്തണം, 10 മണിയോടെ ഞങ്ങൾക്ക് കിച്ചണിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കണം. അങ്ങനെ കുറേ ടാസ്കുകളുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ സക്സസ്ഫുള്ളി ഇതെല്ലാം ചെയ്ത് ഈ സ്ഥലത്താണ് ഞങ്ങളുടെ സ്റ്റോൾ ഇട്ടിരിക്കുന്നത്. ഇന്ത്യൻ സമ്മർ ഫെസ്റ്റ് ഓഫ് 2024 എന്നാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേര്. ഇത് ഹോസ്റ്റ് ചെയ്യുന്നൊരു ഇന്ത്യൻ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി തന്നെയാണ്. അപ്പോൾ ഇവിടെ കുറേ ഇന്ത്യൻ സ്റ്റോൾസ് ഉണ്ടായിരുന്നു. ജ്വല്ലറി സ്റ്റോൾസ്, ഹെന്ന സ്റ്റോൾസ്, പിന്നെ ഫുഡ്, ദോശ, ഷെഷ്വൻ നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആയിരുന്നു. അതിൻ്റെ ഒരു സൈഡിലായിരുന്നു ഞങ്ങളുടെ ഷോപ്പ് ഇട്ടത്. ഞങ്ങളുടെ ഷോപ്പിന് ഞങ്ങൾ പേരിട്ടത് സ്നാക്കിഫൈ എന്നായിരുന്നു. കാരണം ഞങ്ങൾക്ക് കൂടുതൽ സ്നാക്സും പിന്നെ 2 മെയിൻ കോഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ചൂടുള്ളൊരു ദിവസം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്യാവശ്യം നല്ല ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് നല്ലപോലെ സെയിൽസ് ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഞങ്ങളെ സന്തോഷപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ നല്ല കച്ചവടം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മേടിച്ച് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ആൾക്കാർ വീണ്ടും വരുന്നുണ്ടായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ ഹാപ്പി മൊമെൻറ്റ്. അങ്ങനെ ഗൈസ് ഞങ്ങളിതാ ഞങ്ങളുടെ സ്റ്റോളിലിരിക്കുകയാണ്. കച്ചവടം പൊടിപൂരം അല്ലേ? യെസ്, ഞങ്ങള് പ്രതീക്ഷിച്ചതിനെയും കാട്ടി കച്ചവടം, നല്ല റിവ്യൂസും കിട്ടി. അതാണ് ഏറ്റവും ഞങ്ങൾ സന്തോഷമായി. കച്ചവടം മാത്രമല്ല, ഞങ്ങളുടെ ഫ്യൂച്ചർ നോക്കുമ്പോഴത്തേക്കും, ഫ്യൂച്ചർ ബിസിനസ്സിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ ഉണ്ടാക്കിയ സാധനത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവണം എന്നാണ് ഉള്ളതാണല്ലോ. അപ്പോൾ ഒരുവിധം വരുന്ന ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു, വീണ്ടും വീണ്ടും വന്ന് മേടിക്കുന്നു. സോ വി ആർ സോ 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 ഹാപ്പി. ഫസ്റ്റ് ടൈം ഇറ്റ്സ് എ ഹിറ്റ്. സോ വി ആർ സോ ഹാപ്പി. കോളേജിലുള്ള എല്ലാ മലയാളികളോടും വളരെയേറെ നന്ദിയുണ്ട് ഈ ഞങ്ങളുടെ ഇവൻറ്റിൽ വന്നതിനും ഞങ്ങളുടെ ഷോപ്പിൽ വന്ന് മേടിച്ചതിനും. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ എന്താ ചെയ്യാൻ പറയാം, എൻ്റെ ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ ആരും മറക്കണ്ട. ബൈ ബൈ. താങ്ക് യു.